രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് കുറേ പുതിയ ചെടികൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് മുമ്പുണ്ടായിരുന്നത് തന്നെയാണ്. ജേഡ് വൈൻ ഉണ്ട്. ജേഡ് വൈനിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ട് കളറ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റെഡും ഉണ്ട്, നീലയുണ്ട്. അപ്പോൾ നീല വിരിഞ്ഞതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇല്ല, എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇത് റെഡിൻ്റെത് എടുത്തു. മറ്റേ ചെടീൻ്റെ പ്ലാന്റ് സൈസും കളറും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. പ്ലാന്റ് സൈസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടികൾ നന്നായിട്ട് നട്ട് പരിപാലിച്ച് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, തീ പിടിച്ച പോലെ നല്ല ഭംഗിയിൽ വലിയ കൊലകൊലയായിട്ട് വലിയ കൊലകളാണ്, കണ്ടില്ലേ. അതിൻ്റെ പൂക്കൾ കൊണ്ട് അങ്ങ് നിറയും കേട്ടോ, ഇലയൊന്നും കാണാത്ത വിധത്തിൽ. ഇതിപ്പോൾ വിരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഴുവനും മൊട്ടുകളാണ് കൂടുതലുള്ളത്. പൂക്കൾ അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല. പൂക്കളായി വരുന്നേ ഉള്ളൂ. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴേക്കും ഇതിൽ നിറയെ പൂക്കളാവും. അപ്പോൾ വെറും ചുവപ്പ് കളർ മാത്രമേ കാണാനുണ്ടാവുള്ളൂ. അത്രയും ഭംഗിയാണ് ഇതിൻ്റെത്. അത് എന്താണെന്ന് വെച്ചാൽ മുരിക്കുമ്പൂ പോലെ പണ്ട് ഉള്ളവർക്ക് അറിയാമായിരിക്കും. മുരിക്കുമ്പൂ ഉണ്ടായിരുന്നു, ഇതേപോലെ ചുമന്ന മുരിക്കുമ്പൂ. നമ്മൾ നഖമൊക്കെ ആയിട്ട് ഒട്ടിച്ചൊക്കെ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഈ പൂ കാണുമ്പോൾ എനിക്ക് ആ മുരിക്കുമ്പൂവാണ് ഓർമ്മ വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ. ഇതൊരു ചെടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പൂന്തോട്ടത്തിലേക്ക് ഇത് മതി. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ രണ്ട് കളറ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നീലയുണ്ട്, ഈ റെഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ പ്ലാന്റ് സൈസ് ഞാനിത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ റെഡിന് നമുക്ക് 650 രൂപയാണ് റേറ്റ് വരുന്നത്. നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. നല്ലപോലെ നമ്മൾ ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി ഇത് ഇങ്ങനെ വള്ളിയായിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത്. പിന്നെ വരുന്നത് നീലയാണ്. നീലേൻ്റെത് കുറച്ച് ചെറിയൊരു ചെടിയാണ്. അതിന് 450 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. നീലേൻ്റെ പൂക്കളാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത മാണ്ടിവില്ലേൻ്റെ വീഡിയോ കണ്ടിരുന്നു. എല്ലാവരും ഒരുപാട് ആളുകൾ മാണ്ടിവില്ല എടുത്തു. ഇതായിരുന്നു മാണ്ടിവില്ലേൻ്റെ വെള്ളേൻ്റെയും അതുപോലെ പിങ്കിൻ്റെയും സൈസ്. അതിൽ റെഡ് തീർന്നു പോയി. 450 രൂപയ്ക്ക് 3 ചെടികളായിരുന്നു. അതിൽ റെഡ് തീർന്നു. ഇപ്പോൾ റെഡ് വന്നിട്ടുള്ളത് കുറച്ച് വലിയ ചെടികളായുള്ളത്. ഇത് രണ്ടും കഴിഞ്ഞ ആഴ്ച ഉള്ളതുപോലെ തന്നെ റെഡ് കുറച്ച് വലിയ ചെടിയാണ്. റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പിങ്കാണ്, ചെറിയ ചെടി തന്നെ. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം. വെള്ളയും പിങ്കും പ്ലാന്റ് സൈസാണിത്. റെഡ് കണ്ടില്ലേ, വലിയ ചെടിയാണ്. പിന്നെ അതുപോലെ മഞ്ഞയും വലിയ ചെടിയാണ്. റെഡിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. മഞ്ഞയ്ക്ക് 320 രൂപ വരുന്നുണ്ട്. പിന്നെ ഞാനൊരു 20 ബിഗോണിയ ചെടികളുടെ ഫോട്ടോ കൂടിയിട്ടുണ്ട്. സെയിം പ്ലാന്റാണ് കൊടുക്കുന്നത്. ഓരോ പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അതേ ചെടികളാണ് അയക്കുന്നത്. 20 എണ്ണം ഉണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു 2-3 ചെടികൾ നമ്പർ ഇടാതെയും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്പർ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ നമ്പർ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്പർ ഇട്ടിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ തന്നോളൂ. ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാറ്റലോഗ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം. പിന്നെ കുറച്ച് ചെടികൾ കൂടി ഇടുന്നുണ്ട്. പഴയ മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അച്ചിമൻസ്. നമ്മൾ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് സെയിലുണ്ട്. അച്ചിമൻസിൻ്റെ 10 കളറ് ഇപ്പോൾ അവൈലബിൾ ആട്ടോ. 35 രൂപ തന്നെയാണ് ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച 35 തന്നെയാണ്. ഞാനൊരു 2 ഡേയ്സ് ഓഫറായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇട്ടത്. പക്ഷേ അതിൻ്റെ ചെടികൾ ബാക്കിയുണ്ട്. അപ്പോൾ അച്ചിമൻസിൻ്റെ ഫോട്ടോസ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. പ്ലാന്റ് സൈസും ഈ വീഡിയോയുടെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല ചെടികളാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. നല്ല ഹെൽത്തി ചെടികളാണ്. ഇതിന് 350 രൂപയാണ് പ്ലാന്റ്സ് ഇതിൻ്റെ 10 ഇതിന് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ മാണ്ടിവില്ലേൻ്റെ ഫോട്ടോ കൂടി കയറിയിട്ടുണ്ട്. പിന്നെന്താ, ഇത് നോക്കിയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ചെടികൾ താല്പര്യമുള്ളവരൊക്കെ ചോദിച്ചോളൂ. എനിക്ക് അറിയുന്ന പോലെയൊക്കെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. പോകെ ശരിയായിക്കോളൂ വീഡിയോ ഇടാനൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്ത് ചെടികൾ ആവശ്യപ്പെട്ടോളൂ. ഈ വീഡിയോയിൽ കാണുന്ന ചെടികളല്ല, അല്ലാതെ തന്നെ ഹാങ്ങിങ് ചെടികളും ഹോയ, ലിപ്സ്റ്റിക്ക്, ക്രിസ്മസ് കാക്ടസ്, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരൂ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു. മാണ്ടിവില്ല കഴിഞ്ഞ ആഴ്ച കുറച്ച് കൂടുതൽ ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാണ്ടിവില്ല നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളമൊഴിച്ച് അതിനെ മുക്കി കൊല്ലൊന്നും ചെയ്യരുത്. അതുപോലെ ഒരുപാട് വെയിലത്ത് വെക്കുകയും വേണ്ട. നമുക്ക് വെളിച്ചം വേണം, പക്ഷേ ഷെയ്ഡിൽ വെച്ചാൽ മതി കേട്ടോ. നല്ല വെളിച്ചം കിട്ടുന്ന ഷെയ്ഡിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക, വെള്ളം അധികം വേണ്ട, അധികം വളവും വേണ്ട. നമ്മൾ നടുമ്പോൾ വെയിൽ കൂടുതൽ കൊള്ളുന്നിടത്ത് വെക്കരുത്. ഷെയ്ഡിൽ വെച്ച് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും. നല്ല ചെടിയാട്ടോ. ഇതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ചെടിയാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യണേ.